എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 86 ശ്ലോകം 31 മുതൽ 40 വരെ 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അബഹ്ലാശൻ മഹാരാജാവ് ഭഗവാനും ആ മുനിമാരും കൂടി അവിടെ വന്നപ്പോഴുള്ള സന്തോഷം കൊണ്ട് ഭഗവാനെ സ്വീകരിച്ച് മുനിമാര് അർഘ്യപാദ്യാദികളെല്ലാം കൊടുത്ത് സ്വീകരിച്ച് വളരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം ഒക്കെ നൽകി മധുരവാക്ക് പറഞ്ഞൊക്കെ ആനന്ദിപ്പിച്ചു. എന്നിട്ടിതാ ഭഗവാന്റെ പാദങ്ങള് തന്റെ മടിയിൽ അങ്ങോട്ട് എടുത്തു വെച്ച് തന്റെ കൈകൾ കൊണ്ട് വളരെ മന്ദമായിട്ട് തലോടിക്കൊണ്ടാണ് രാജാവ് ഭഗവാനോട് പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ശ്രീരാജോവാച ഭവാൻ ഹി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃക് വിഭോ അധ നസ്ത്വൽപദാം ഭോജം സ്മരതാം ദർശനം ഗത. രാജാവ് പറയാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ നിന്തിരുവടി സകല ഭൂതങ്ങളെയും വ്യാപിച്ചിരിക്കുന്ന ചേതനവും അവരുടെ ആ വ്യാപാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയും മറ്റാരുടെയും സഹായം കൂടാതെ താനേ പ്രകാശിക്കുന്ന പരമാത്മാവുമാകുന്നു. അതുകൊണ്ട് അവിടുത്തെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് ദർശനം തന്നതാണ്. സ്വവജസ്തധൃതം കർത്തും അസ്മദൃഗോചരോ ഭവാൻ യഥാർത്ഥൈകാന്ത ഭക്താന്മേ നാനന്ദ ശ്രീ അജപ്രിയ. ഹേ ഭഗവൻ, അവിടുത്തെ ബന്ധുവായ ആദിശേഷനും അവിടുത്തെ ഭാര്യയായ മഹാലക്ഷ്മിയും പുത്രനായ ബ്രഹ്മാവും കൂടി അങ്ങയുടെ ഏകാന്ത ഭക്തനോടും അങ്ങേക്ക് പ്രിയമുള്ളവരല്ല എന്ന് അങ്ങ് അരുളിയ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ദർശനം തന്നത്. ത്വച്ചരണാംഭോജം ഏവം വിൽസ്വിസൃജേൽ പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്തുമാത്മദ. യാതൊന്നിനെയും ആഗ്രഹിക്കാതെ സകല വിഷയങ്ങളെയും ഉപേക്ഷിച്ച് ശാന്തചിത്തന്മാരായ മുനികൾക്ക് പരമാനന്ദ രൂപമായ ആത്മാവിനെ ദാനം ചെയ്യുന്നവനാകുന്നു ഇന്ദിരുവടി എന്നറിഞ്ഞിരിക്കുന്ന ഏതൊരു പുരുഷൻ അങ്ങയുടെ പദാരവിന്ദത്തെ ഭജിക്കാതിരിക്കും. യോവതീര്യയതോർവംശേ നൃണാം സംസരതാമിഹ യശോ വിദേനേ തച്ഛാന്തി ത്രൈലോക്യവൃജിലാപഹം. യാതൊരു ഭഗവാൻ യദുവിന്റെ കുലത്തിൽ അവതരിച്ചിട്ട് ഈ ലോകത്തിൽ ജനന മരണ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് പരമാനന്ദം അനുഭവിപ്പിക്കാനുള്ള കാരുണ്യ നിമിത്തം കീർത്തന ശ്രവണങ്ങളാൽ 3 ലോകങ്ങളുടെയും സകല പാപങ്ങളെ നശിപ്പിക്കുന്ന അവിടുത്തെ യശസ്സിനെ ഈ ലോകത്തിലെങ്ങും പരത്തി. അങ്ങനെയുള്ള ഭഗവാന് അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുന്നു. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ഗുണ്ഡമേധസേ നാരായണായ ഋഷയേ സുശാന്തം തപ ഈയുഷേ. ഇങ്ങനെ സർവലോകത്തെയും അനുഗ്രഹിച്ചിരിക്കുന്ന ഇന്ദിരോടിക്ക് എന്തൊരു ഉപകാരമാണ് ചെയ്യേണ്ടത്? ഒന്നിനും ഞങ്ങൾ ശക്തരല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കണു എന്ന് പറഞ്ഞ് നമസ്കാരം ചെയ്യണം. ആനന്ദസ്വരൂപനും അകുണ്ഠ ബുദ്ധിയുമായ നിന്തിരുവടിക്ക് നമസ്കാരം. ഏറ്റവും ശാന്തമായ തപസ് ചെയ്തുകൊണ്ടിരുന്ന നാരായണ ഋഷിയായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ദിനാനി കതിജിൽ ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജൈ സമേത പാദരജസ പുനീഗീതം നിമേ കുലം. എങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി ഈ ബ്രാഹ്മണരോടുകൂടി കുറെ നാള് ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കണം. നിമിയുടെ വംശത്തെ നിന്തിരുവടിയുടെ പാദധൂളി കൊണ്ട് പരിശുദ്ധമാക്കണമേ പ്രാർത്ഥിക്കുകയാണ് മഹാരാജാവ്. ഇത്യുപാമന്ത്രിതോ രാജ്ഞ ഭഗവാൻ ലോകപാവന ഉവാസ കുറുവൻ കല്യാണം മിഥിലാ നരയോഷിതാം. അങ്ങനെ സർവലോകത്തെയും സ്വരൂപാനന്ദത്താൽ സംതൃപ്തിപ്പെടുത്തുന്ന പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മിഥിലാരാജ്യവാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. കുറച്ചു ദിവസം ഭഗവാൻ ആ രാജാവിന്റെ
പ്രാർത്ഥന കേട്ടിട്ട് അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. ശ്രുതദേവോ അച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യഥാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ. പിന്നീട് ഭഗവാൻ ശ്രുതദേവന്റെ ഗൃഹത്തിലേക്ക്, ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് പോകുന്നു. ശ്രുതദേവനും അതെ ആ ജനക മഹാരാജാവിനെ പോലെ തന്നെ തന്റെ ഗൃഹത്തിൽ വന്ന ഭഗവാനെയും മുനികളെയും നമസ്കരിച്ച് ഭഗവാന്റെ ആഗമനത്താൽ ഏറ്റവും സന്തോഷിച്ച് ഉള്ളിൽ അടങ്ങാത്ത ആനന്ദം നിറഞ്ഞതുകൊണ്ട് ഉത്തരീയ വസ്ത്രം മേൽപോട്ടെറിഞ്ഞ് ചാടിക്കളിച്ചു. അങ്ങനെയാണ് അവിടെ വൃന്ദാവനത്തിലൊക്കെ കാണാം. ഭക്തന്മാര് അങ്ങനെ അങ്ങോട്ട് എറിയും, എന്നിട്ട് രാധേ രാധേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നൃത്തം ചെയ്യും. അതുപോലെ നൃത്തം ചെയ്തു എന്നാ പറയണത് ശ്രുതദേവൻ. തന്റെ ഉത്തരീയ അങ്ങോട്ട് മേൽപോട്ട് എങ്ങനെയൊക്കെ ആനന്ദം പ്രകടിപ്പിക്കണ്ടേന്ന് അറിയണില്ല, അത്ര ഭക്തിയാണ്. തൃണപീഠ വൃസീദേഷു ആനീദേഷു ഉപവേശ്യ സ സ്വാഗതേനാഭിനന്ദ്യാംഘ്രീൻ സഭാരോ വിനിജേ മുദ. ദർഭ, മുഞ്ച മുതലായ പരിശുദ്ധ തൃണപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളില് ഭഗവാനെയും മുനിമാരെയും അവിടെ ഇരുത്തി, എന്നിട്ട് ഇവിടെ വന്നൂലോ എന്റെ അഴയന്റെ ഈ കൊച്ചു ഗൃഹത്തിലേക്ക്, അവിടുന്ന് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാന്റെ ആഗമനത്തെ കുറിച്ച് സന്തോഷ വാക്കുകൾ പറഞ്ഞ് അവരെ ആദരിച്ച ശേഷം ഭാര്യയോടുകൂടി ചേർന്ന് ആ മഹർഷിമാരുടെയും ഭഗവാന്റെയും പാദങ്ങൾ കഴുകി തദംഭസാ മഹാഭാഗ ആത്മാനം സഗൃഹാന്വയം സ്നാപയാഞ്ചക്രൗദ്ധർഷോ ലബ്ധ സർവമനോരഥ. മഹാഭാഗ്യവാനായ ശ്രുതദേവൻ അവരുടെ പാദക്ഷാളനം ചെയ്ത തീർത്ഥങ്ങൾ കൊണ്ട് തന്റെയും ഗൃഹത്തിലുള്ള മറ്റുള്ളവരുടെയും ശരീരങ്ങളെ മുഴുവൻ അഭിഷേകം ചെയ്തു. അതെടുത്ത് അങ്ങോട്ട് എല്ലാവരുടെ മേലേക്ക് അങ്ങോട്ട് തളിക്കുകയല്ല ചെയ്തു, അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങി. അഭിഷേകം ചെയ്യാണ് എല്ലാവരും. ഇത്ര മഹാഭാഗ്യം തനിക്ക് സിദ്ധിച്ചുല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സന്തോഷം നിറഞ്ഞതുകൊണ്ട് ഇനി എന്റെ ജീവിതം സഫലമായി, എനിക്കിനി വേറെ ഒന്നും വേണ്ട എന്ന് ആ പൂർണ്ണമായി ധരിച്ച ശ്രുതദേവൻ സർവ മനോരഥങ്ങളും സാധിച്ച് കൃതാർത്ഥനായിട്ട് ഭവിച്ചു. ഭഗവാൻ ഗൃഹത്തില് വന്നാൽ സ്ഥിതി എന്താ അല്ലെ? നമുക്കൊക്കെ നമ്മള് അങ്ങനെ ഭാവനയിൽ കാണാം, അത്രേ പറ്റുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. ശ്രീഹരേ നമഃ.